പാട്ട് പാടുന്നത് കുറ്റകരമാണോ? സത്യത്തിൽ അല്ല. ഞങ്ങളുടെ ഒരു ജോലിയും ഞങ്ങളുടെ ഒരു പാഷനൊക്കെയാണ് ഈ പാട്ട്, കല എന്ന് പറയുന്നത്. ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ആവശ്യങ്ങളുണ്ടാവുമല്ലോ. ഒരു പരിപാടി കാണാൻ വന്നിരിക്കുമ്പോൾ ഇന്നതൊക്കെ കേൾക്കണം എന്ന് ആസ്വാദകർക്ക് ആഗ്രഹം ഉണ്ടാവാം. അതുപ്രകാരം അവരാവശ്യപ്പെട്ട പാട്ടുകളാണ് ഞാൻ അവിടെ പാടിയതിൽ മിക്കതും. അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് ചിലർക്കൊരു പ്രശ്നം തോന്നി എന്നുള്ളത് ഒഴിച്ച് അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ പ്രശ്നമായിട്ട് ഞാൻ തോന്നുന്നില്ല എനിക്ക്. ഇപ്പോൾ FIR ഇട്ടു, കേസ് വന്നതൊക്കെ മാധ്യമങ്ങൾ പറയുമ്പോഴാണ് ഞാനറിയുന്നത്. എനിക്ക് ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു ഇതൊന്നും വന്നിട്ടില്ല. അപ്പം കൂടുതൽ പ്രതികരിക്കാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു നിലപാട്. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഇപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയും കലാകാരന്മാരുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ആസ്വാദകരുടെ ആവശ്യപ്രകാരം ഒരു പാട്ട് പാടിയതിന് നിയമ നടപടി നേരിടേണ്ടി വരുന്നത്. സ്വാഭാവികമായും അതൊരു കലാകാരൻ എന്ന നിലയിൽ മാനസികമായി ഏതെങ്കിലും തരത്തിൽ അലട്ടില്ല? അല്ല, മാനസികമായിട്ടുള്ള അലട്ടല്ല. ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ടല്ലോ. ഒരു വേദിയിലേക്ക് പോകുമ്പോൾ പാട്ട് പാടാനാണ് പോകുന്നത്. അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാ കലാകാരന്മാരും പോലെ തന്നെയാണ് ഞാൻ. എനിക്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും മുന്നിലെ ആസ്വാദകരുടെ രാഷ്ട്രീയമൊന്നും ഞാൻ നോക്കാറില്ല. അവരാവശ്യപ്പെട്ട പാട്ടുകൾ അവർക്കെന്താണ് ഇഷ്ടം അത് ചെയ്യുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പോലീസിൻ്റെ നടപടി ശരിയല്ല എന്ന് തന്നെയാണ് അഭിപ്രായം? പോലീസ് എന്താണ് പറയുക, പോലീസിൻ്റെ നടപടി അവരുടെ നിയമങ്ങൾക്ക് ഇതിനനുസരിച്ചാണ്. പരാതി പ്രകാരമാണ് അവർ കേസ് എടുത്തിരിക്കുന്നത് എന്നറിയുന്നു. ഓക്കെ, എനിക്ക് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. അതിനുശേഷം അതിനെ പറ്റി കൂടുതൽ പഠിച്ചതിന് ശേഷം നമുക്ക് പറയാം, സംസാരിക്കാം. കലാകാരൻ്റെ സ്വാതന്ത്ര്യം എന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊക്കെ ഒരു ആശങ്ക നൽകുന്ന ഒരു വിവരം കൂടിയാണ്. അലോഷി എന്ന പേരല്ല, മറ്റൊരു പേരായാലും സ്വാഭാവികമായും അലോഷിക്ക് പകരം വേറൊരാൾ പാടി വേറൊരാൾക്കെതിരെ കേസെടുത്താലും അതെ, ഇത് തന്നെയാണ് നല്ലൊരു പ്രവണതയല്ല എന്നുള്ള അഭിപ്രായമുണ്ട്. തീർച്ചയായും ഇത് നല്ലൊരു പ്രവണതയല്ല. കാരണം എനിക്ക് വേറെ ആരായാലും കല അവതരിപ്പിക്കാൻ പറ്റണം, ഏത് വേദിയാലും. ഞാനിപ്പം പ്രത്യേകിച്ച് അമ്പലപ്പറമ്പായതുകൊണ്ടല്ല ഞാൻ ആ പാട്ട് പാടിയത്. എല്ലായിടത്തും പാട്ടുന്ന പാട്ടുകൾ തന്നെയാണ്, ആവശ്യപ്രകാരം പാടുന്ന പാട്ടുകളാണ്. കൂടുതൽ അമ്പലപ്പറമ്പുകളിൽ ഞാൻ പോയിട്ടില്ല. എനിക്ക് മറ്റ് വേദികളാണ് കൂടുതലും, സാംസ്കാരിക പരിപാടികളാണ് മറ്റ്. എന്തായാലും ചിലർക്കതൊരു പ്രശ്നമായി തോന്നി. അങ്ങനെ ആരായിരിക്കും അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടാവുക? ഈ പാട്ടിനെതിരെ രാഷ്ട്രീയമുള്ളവർക്കായിരിക്കണം അതൊരു അസ്വസ്ഥത തോന്നിയിട്ടുള്ളത്. ആസ്വാദകരെല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച പാട്ടായിരുന്നു. നിയമപരമായി തന്നെ നേരിടും. അതെ, അത്രേ ഉള്ളൂ. ഏത് രീതിയിലാണ് മുന്നോട്ട് പോകാൻ അറിയില്ല. ഞാൻ അതിൻ്റെ പഠിക്കുന്നുള്ളൂ. എന്താണ് കേസെന്ന് ഇതുവരെ ഇത് കിട്ടിയിട്ടില്ല. ഇനിയും ആസ്വാദകർ ആവശ്യപ്പെട്ടാൽ ഇത്തരം വേദികളിൽ പാട്ടുകൾ പാടും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് അതിൽ മുന്നോട്ട് അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക്. ആസ്വാദകർ ഇതിപ്പം ഉത്സവപ്പറമ്പ് വേദികളല്ല നോക്കുക, അവരുടെ അല്ല, ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല വേദികൾ. ഇത് അമ്പലപ്പറമ്പാണോ അല്ല മറ്റ് രാഷ്ട്രീയ വേദിയാണോ അങ്ങനെ നോക്കിയിട്ടില്ല. ഞാൻ മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എപ്പോഴും. ഇനി അത് തുടരും. തീർച്ചയായും.